ആരോഗ്യം മെച്ചപ്പെടാനും ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടി പല ആൾക്കാരും എടുക്കുന്ന കടുത്ത നടപടികളിലൊന്നാണ് കംപ്ലീറ്റ് കാർബോഹൈഡ്രേറ്റ് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. പലരും വിചാരിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം കൊഴുപ്പ് ഉപയോഗിച്ചുള്ളൂല്ലോ എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു ആൽഗരിതത്തിലല്ല നമ്മുടെ ശരീരം വർക്ക് ചെയ്യുന്നത്. കാരണം നമ്മുടെ ശരീരത്തിൻ്റെ മെറ്റബോളിസവും ബ്രെയിൻ സിഗ്നൽസും വളരെ കോംപ്ലക്സ് ആണ്. നമ്മൾ കടുത്ത രീതിയിൽ കാർബോഹൈഡ്രേറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ശരീരം അതിനെ എടുക്കുന്നത് ഒരു വലിയൊരു പൊട്ടൻഷ്യൽ ത്രെട്ടായിട്ടാണ്. എന്തോ നമ്മുടെ ആരോഗ്യത്തിനും ജീവനും നിലനിൽപ്പിനും തന്നെ വലിയൊരു വെല്ലുവിളിയായിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് ശരീരത്തിൻ്റെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഓർഗനായിട്ട് കാണുന്നത് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പാണ്. അതുകൊണ്ട് എന്ത് വില കൊടുത്തും ശരീരം കൊഴുപ്പിനെ ഉപയോഗിക്കുന്ന തടയും. അപ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഊർജ്ജവും അതോടൊപ്പം നിർമ്മാണ വസ്തുവും ശരീരത്തിന് എവിടെ നിന്ന് കിട്ടും? ഒരുപക്ഷെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോട്ടീൻ്റെ അളവും കൂടി കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ശരീരഭാരം കുറയുന്നുണ്ടാവാം. പക്ഷേ നിങ്ങളുടെ ശരീരഭാരം കുറയുന്നത് പ്രധാനപ്പെട്ട കാരണം നിങ്ങളുടെ ശരീരത്തിൽ ഏറ്റവും വൈറ്റലായിട്ടുള്ള മറ്റൊരു ഓർഗൻ നഷ്ടപ്പെട്ടുകൊണ്ടാണ്. അത് നിങ്ങളുടെ പേശികളാണ്. പേശികൾ നമ്മുടെ ശരീരത്തിൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഓർഗനാണ്. മെറ്റബോളിസം, ഏജിങ് പ്രോസസ്സ്, ഹോർമോൺ ഹെൽത്ത്, ഇമ്മ്യൂൺ ഹെൽത്തിനൊക്കെ കൺട്രോൾ ചെയ്യുന്നത് പേശികളാണ്. എക്സ്ട്രീം കാർബ് കട്ടിങ്, പലപ്പോഴും ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങുകൾ, അതുപോലെ എക്സ്ട്രീം ആയിട്ടുള്ള ലോ കാർബ് ലോ ഫാറ്റ് ഡയറ്റുകളൊക്കെ തന്നെ പല ആൾക്കാരിലും ഉണ്ടാക്കുന്ന ടെമ്പററി ആയിട്ടുള്ള ബെനിഫിറ്റിൻ്റെ പ്രധാനപ്പെട്ട കാരണം പേശികൾ നഷ്ടപ്പെടുന്നതാണ്. വി കാൺട്ട് അഫോർഡ് ടു ലൂസ് മസിൽസ് പീരീഡ്. അതുകൊണ്ട് ഒരു എക്സ്ട്രീമായിട്ടുള്ളൊരു കാർബോഹൈഡ്രേറ്റ് കട്ടിങ്ങിലോട്ട് പോകുന്നതിന് പകരം ഒരുപക്ഷെ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഗൈഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രമാത്രം കാലറി ആവശ്യമാണ്, നിങ്ങൾ എത്രമാത്രം കാലറി ചിലവഴിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആവശ്യത്തിന് പ്രോട്ടീൻ കിട്ടുന്നുണ്ടോ, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ആവശ്യത്തിന് ഫൈബർ ഉണ്ടോ, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നിങ്ങളുടെ ശരീരം ഒരു ത്രെട്ടായിട്ട് എടുക്കാതെ ഒരു നറിഷിംഗ് ആയിട്ടുള്ള ഒന്നായിട്ട് എടുക്കുന്ന രീതിയിൽ ഒന്ന് ഡിസൈൻ ചെയ്യാമെന്നുണ്ടെങ്കിൽ, അതിന് സപ്പോർട്ടീവായിട്ടുള്ള മറ്റ് ആസ്പെക്ട്സ് ഇൻക്ലൂഡിങ് എക്സസൈസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങളിടുന്ന എഫർട്ടിൻ്റെ പകുതി എഫർട്ട് കൊണ്ട് കുറച്ചുകൂടി എൻജോയബിളായിട്ട് നിങ്ങളുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും നിങ്ങളുടെ ശരീരഭാരത്തിനെ ക്രമീകരിക്കാനും നമുക്ക് സാധിക്കും.